സണ്ണി ഒരു സിഐയുടെ കഥാപാത്രം, ഈ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വ്യത്യസ്തത എന്താണ് ആ സി ഐ എന്നൊരു കഥാപാത്രം, അത് ഞാൻ സി ഐ ആയിട്ട് തന്നെ പോലീസ് വീണ്ടും ചെയ്യാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം? ഒന്ന്, ഇതൊരു തർക്കം ബേസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ അയാളുടെ ഒരു സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നൊരു സംഭവമാണ്. ആ സമയത്ത് അയാൾ അവിടെ ഇല്ല, അപ്പോഴാണ് അയാൾ ഈ തർക്കത്തിനെ കുറിച്ച് അറിയണത്. പിന്നെ അയാൾ ഇതൊരു എന്താ പറയുക, ഇതൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അത് പിന്നെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. അപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ പിന്നെ ഒരു പോലീസ് ഓഫീസറെ പിന്നെ അവർ സെലക്ട് ചെയ്യുമ്പോൾ ആ വേഷം നമുക്ക് നമ്മളിലേക്ക് എത്തുന്നു. പിന്നെ അതൊരു വളരെ പൊളൈറ്റായിട്ടുള്ള എന്താ പറയുക, സത്യത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുന്ന ഒരു പോലീസുകാരൻ. അത് ഭയങ്കര ഇഷ്ടമായി ആ ക്യാരക്ടറിന്, രൂപേഷ് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന്. അപ്പോൾ അയാളുടെ ഇൻവോൾവ്മെൻറ്റും പിന്നെ അയാൾ ഈ തർക്കത്തിൽ പെട്ടുപോകണം. പിന്നെ പുള്ളിയും ഇതിനകത്ത് ലോക്കായി. പിന്നെ ടോട്ടലി സോൾവ് ചെയ്യാൻ നടക്കുന്ന അയാളുടെ ഒരു ഓട്ടവും അതിൻ്റെ സൈഡിലുണ്ട് ആ സിനിമയുടെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്തു. പിന്നെ എന്നെ ആദ്യം വിളിക്കുന്നത് ലുക്കുവാണ് വിളിക്കുന്നത്. ലുക്ക് വിളിച്ചിട്ടാണ് എന്നോട് പറയുന്നത്, അങ്ങനെ ഒരു പുതിയൊരു ഡയറക്ടറുണ്ട്, പുള്ളിയൊരു കോൺസെപ്റ്റ് പറഞ്ഞു, ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് അപ്പം തന്നെ ഡയറക്ടറായിട്ട് അപ്പം തന്നെ സംസാരിച്ച് അതിൻ്റെ സ്ക്രീൻ പ്ലേ വായിച്ചു. അപ്പം വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ വിളിച്ചിട്ട് പറയടാ, അത് കണ്ടന്റ് നല്ല രസമുണ്ട്, നല്ല രസമാണ്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിനകത്ത് ഇന്നായി. കൈ കൊടുത്ത്. ഉമ്മച്ചി എന്ത് പറയുന്നു? അങ്ങനെ പോണു. ഇക്കാക്ക അതേ ഇരിക്കണ്, അടുത്തിരിപ്പുണ്ട്. ഇക്കാക്ക തൊട്ടടുത്തുണ്ട്, മോനും ഉണ്ട്. പിന്നെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സാറും ഉണ്ട്. എല്ലാ കഥാപാത്രത്തിലാ പോയ. സാറിന് എന്താ നമ്മുടെ വീട്ടിൽ കാര്യം? അല്ല, സാറ് അവിടെ ഉണ്ടാവുമല്ലോ. തർക്കം വരുമെന്ന് പറഞ്ഞല്ലോ, തർക്കത്തിൽ ഇന്നായിന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ കഥാപാത്രം പറഞ്ഞല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള അല്ല, ബിഗ് ബോസിന് മുൻപേ നമ്മൾ ഷൂട്ട് അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയത്. അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തീമാണ് ഇതിൻ്റെ ഹീറോ. ബാക്കി എല്ലാവരെയും കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്തു. ആ പ്ലേസ് ചെയ്ത ക്യാരക്ടേഴ്സ് ആപ്റ്റായിട്ടുള്ള രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് അഭിനയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അത്രയും കുറച്ച് സ്ട്രഗിൾ എടുത്ത് ചെയ്തൊരു മൂവിയാണ്. എല്ലാവരും തന്നെ, അണിയറ പ്രവർത്തകരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളായിക്കോട്ടെ, എല്ലാവരും അതിന് വേണ്ടിയിട്ടെടുത്ത സ്ട്രഗിൾ ചെറുതല്ല. ഒന്നത് കുട്ടിക്കാനം പോലൊരു തണുപ്പുള്ള ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുക അത്ര എളുപ്പമായിരുന്നില്ല. പിന്നീട് ബാക്കിയുള്ള ഇത്രയും ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അത്രയും അധികം ആർട്ടിസ്റ്റുകളെ ഒരു ഫ്രെയിമിൽ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമായി എന്നുള്ള പറയുന്നത് തന്നെ വലിയൊരു, ഞാനും ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ ഓരോ ചുവട് വെക്കുമ്പോൾ ആ ചുവടുകൾ നമ്മൾ മേളിലേക്കാണ് വെച്ച് പോകുന്നത്. അപ്പോൾ അതിന് സഹായകമായിട്ടുള്ള ആളുകളോടൊപ്പമാണ് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയ കാര്യം. ഈ അശ്വൻ ചേട്ടനെ കുറിച്ച് സിനിമകൾ കുറേ കണ്ടിട്ടുണ്ടാവും. അശ്വൻ ചേട്ടനായിട്ട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അശ്വൻ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ? നല്ല സ്നേഹമുള്ള ഇക്കാക്കയാണ്. പിന്നെ അതിനപ്പുറം ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില വൈകാരികമായിട്ടുള്ള സീൻസ് എടുക്കുകയുണ്ടായി. വെളുപ്പിന് 2 മണി 3 മണി 4 മണി ആ സമയത്തൊക്കെ ഷൂട്ട് ചെയ്ത സീൻസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ആ സീൻസിൽ ഉണ്ടായിരുന്നു. ഈ 4 പേരും ആ സീൻസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില സീൻസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അശോകേട്ടൻ വന്നിട്ട് അവിടെ ഒരു കസേരയിൽ വന്നിരിക്കുമ്പോൾ ഈ നമ്മുടെ കണ്ണിലൊക്കെ ചില ഇമോഷൻസ് ഇങ്ങനെ ദുഃഖം, കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറഞ്ഞാൽ ദുഃഖം ഘനീഭവിച്ച് കിടക്കുക എന്നൊക്കെ പറയുന്ന പോലെ 2 കണ്ണിലും ആ ഇമോഷൻസ് ഉണ്ടാവും. ഞാനങ്ങനെ കണ്ടിരുന്നു കഴിഞ്ഞ സമയത്ത് എൻ്റെ മൊബൈലിൽ ഞാൻ അങ്ങനെ 1-2 വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അശോകേട്ടന് അയച്ചു കൊടുത്തു. ഞാൻ പേഴ്സണലി അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു അത് ഇപ്പോൾ ഈയിടെയായിട്ട് അശോകേട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അത് നമ്മൾ കാണുമ്പോഴാണ് ഇത്രയും വർഷം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മളുടെ ഇടയിൽ ഒരാളായിട്ട്, കുടുംബാംഗങ്ങളിൽ ഒരാളായിട്ട് തോന്നിപ്പിച്ച ഒരു ആർട്ടിസ്റ്റ് ഇമോഷൻ സീൻസിൽ ഓരോ പിക്ചർ കഴിയുമ്പോഴത്തേക്കും അതനുസരിച്ച് കൂടുതൽ ആൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു. ആളിൽ നിന്ന് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ അത് ഭയങ്കര നമുക്കും പഠിക്കാവുന്നൊരു കാര്യമാണ്.
ആ ഒരു കാര്യമാണ് എനിക്ക് അശോകനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ഷൂട്ട് ചെയ്യുമായിരുന്നു, സെൽഫി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാനും ആ സൈഡിൽ ഇരുന്നിട്ട് ഞാനും അതിന്റെ അതായത് വാഴ നനയുമ്പോൾ ചീരയും കൂടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ അശോകേട്ടനെ കണ്ടോ എന്ന് പറഞ്ഞാൽ ഞാനും സെൽഫി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇടാൻ. നന്നായിട്ട് ചെയ്ത പടമാണ്, നന്നായിട്ട് അഭിനയിച്ച പടമാണ് തർക്കം. അതല്ലേ, നല്ല ഇമോഷൻ കുറേ നല്ല ഷോർട്സുകൾ ചെയ്യാൻ പറ്റി. അശ്വൻ ചേട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അച്ഛൻ വേഷങ്ങൾ കൂടുതൽ വന്ന് അശ്വൻ ചേട്ടനെ തേടി വരുന്നത് അതൊക്കെ അതല്ല ഈ പറയുന്ന നമ്മളൊക്കെ കണ്ണ് നനയിക്കുന്ന കുറേ സിനിമകൾ വന്നിരുന്നു. അച്ഛൻ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഫീൽ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അച്ഛൻ വേഷങ്ങളാണോ ഇപ്പോൾ തേടി കൂടുതലും വരുന്നത്? ഇതിപ്പോ മറ്റേ മകനായിട്ട് അഭിനയിക്കണമെങ്കിൽ എന്റെ അച്ഛനായിട്ട് വേറെ അങ്ങനെ അഭിനയിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ വേഷം അശ്വനെ വിളിക്കുക അങ്ങനെ പറയുമോ ആരെങ്കിലും? ഒരു വേഷം ആ ക്യാരക്ടർ അത് അച്ഛൻ, അത് ഇയാൾ ചെയ്തിട്ട് അത് അശ്വനെ വിളിക്കാം, അശ്വനെ കൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യാത്ത വേഷങ്ങളൊക്കെയാണ് കടകളിലൊക്കെ ചെയ്തത്. ഞാൻ ചെയ്തിട്ടില്ല. അച്ഛനാണെങ്കിൽ ക്യാരക്ടറായിരുന്നു. അപ്പൊ അത് കിട്ടണ്ടേ, അത് നമുക്ക് വരുന്ന തേടി വന്നല്ലേ. ഇനി ഒന്ന് രണ്ട് സിനിമകൾ നമ്മൾ ചെയ്യാൻ വേണ്ടി സംസാരിച്ചിട്ട് ചെയ്യാത്ത വേഷങ്ങൾ ഞാൻ ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ചെയ്തത് മോശം എന്നല്ല ഞാൻ പറഞ്ഞു. അല്ല ഒരിക്കലും അല്ല. അത് അങ്ങനെയും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജോണി ആൻ്റണിയുടെ ഇൻ്റർവ്യൂ എടുത്ത് പറഞ്ഞു ഇപ്പോൾ ഒരുപാട് അച്ഛന്മാരാണ്, എന്നാലും ഇവിടുത്തെ അച്ഛൻ ഞാൻ തന്നെയായിരിക്കും. വാഴ കണ്ടപ്പോൾ ഒരുപാട് അച്ഛന്മാർ വന്നിറങ്ങി, എനിക്ക് സ്ഥാനമില്ലാത്ത അവസ്ഥയായിരുന്നു. ജോണി ചേട്ടൻ്റെ സംസാരമാണല്ലോ ആ രീതിക്ക് പറഞ്ഞ ജോണി ചേട്ടൻ്റെ ആ സംസാരം ഓർത്തെടുക്കുമായിരുന്നു. ഈ കഥാപാത്രത്തിലേക്ക് നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽസ് ആയി പോയി കഴിഞ്ഞാൽ കുട്ടിക്കാലത്തായിരുന്നു ഷൂട്ടിങ്. ഈ പറഞ്ഞ നല്ല തണുപ്പുള്ള മേഖലയിൽ ഷൂട്ടിങ്, ഈ രാത്രി പുലർച്ചെ വരെയൊക്കെ ഷൂട്ടിങ് പോകുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ക്യാരക്ടർ തന്നെയാണല്ലോ അശ്വൻ ചേട്ടാ. പക്ഷെ നമുക്ക് അവിടെയൊക്കെ ഇവരൊക്കെ ഒന്ന് ചെറിയ പ്രായമുള്ള ഇവരൊക്കെ ഒന്ന് മെയിൻ ചെയ്യും. അശ്വൻ ചേട്ടൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇവർ ഒക്കെയാണ് ചാടി നിൽക്കുവാണ്, അപ്പോൾ നമുക്കൊരു സംസാര രീതികളും. സിനിമയിൽ വന്ന് 1-2 ദിവസം കഴിയുമ്പോൾ ഇവരെല്ലാവരും ക്യാരക്ടറിലേക്ക് വരും. ഞാനടക്കം എല്ലാവരും ക്യാരക്ടറിൽ വരും. നമ്മൾ ഷോട്ട് എടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത നേരം നമ്മൾ കുറച്ച് നേരം തമാശയൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ റെഡി ഇട്ടാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ അവിടെ എഴുതാ കസേരന്ന് എണീക്കുമ്പോൾ തന്നെ ക്യാരക്ടറാണ് കുറച്ച്. പിന്നെ അവിടെ ചെന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരാളായി, ആ ക്യാരക്ടറായി. അത് കറക്റ്റായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും വേറെ ഉപദേശങ്ങളോ ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് നമ്മൾ നിൽക്കേണ്ട ചില സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഞാനൊന്ന് ഇങ്ങോട്ട് വരും, അപ്പം നീ ഒന്ന് ഇപ്പുറത്ത് പിടിച്ചോളാം, അതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം അറിഞ്ഞ് ചെയ്യുന്നതാണ്. മാസ്കാകാതെ നിൽക്കണം, മാസ്കാകാതെ നിൽക്കണം അല്ലേ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുള്ളൂ. നിങ്ങൾ രണ്ടുപേരും അശ്വൻ ചേട്ടനോട് ഇതിനു മുമ്പ് അഭിനയിച്ച? ഇല്ല, ഞാൻ ഫസ്റ്റ് ലുക്കും രണ്ടുപേരും ഫസ്റ്റാണ്, 3 പേരും ഫസ്റ്റാണ് അല്ലേ? 4 പേരും. ശരി, അശ്വൻ ചേട്ടനും ഫസ്റ്റാണല്ലോ. അശ്വൻ ചേട്ടൻ്റെ സിനിമയിൽ ഇന്നും ഓർത്തു വെക്കുന്ന കഥാപാത്രം ഏതായിരിക്കും ലുക്മാൻ? കുറേ ഉണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. നമുക്ക് പഞ്ചാബി ഹൗസ് ഉണ്ട്, പറക്കും തളിക്കുണ്ട്, അങ്ങനെ പുലിവാല എല്ലാം ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ അതിന് ആ ക്യാരക്ടേഴ്സ് ഇപ്പം നമ്മുടെ ഇടയിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇടയിലത്തെ ഒരാൾ എന്നുള്ളൊരു ഇതുണ്ടല്ലോ അശോകൻ ചേട്ടന്. അശോകൻ ചേട്ടൻ ഇപ്പോഴും അതേ ഫോമിൽ നിൽക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അത് അത്ര ആർട്ടിസ്റ്റിൻ്റെ ആ പവർ തന്നെയാണ്. അത് നിൽക്കാൻ പറ്റുക എന്നുള്ളത് ചെറിയ കാര്യമല്ല.